On the horizon down to the left, all the way across from us, we can see the mountains in the distance there. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയർലാൻഡിലെ കെറി എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടിയിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 day ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. സെക്കൻഡ് ഡേ നമ്മൾ പാർട്ട് 2 പോലെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഇതൊക്കെ പോണ വഴിയിലുള്ള കണ്ട കാഴ്ചകളാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ഫുള്ള് മലയും കുറേ വെള്ളവും കടലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ നിർത്തി, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേത്തെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കാണും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ തൊട്ടടുത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയോടത്തും ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ കണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പ്ലേസ് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കാറൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇത് കൗണ്ടി കയറിയിട്ടുള്ള ഡെങ്ക്യൂൻ പിയർ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ പച്ചപ്പുള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ പച്ചപ്പ് കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങാണ് കേട്ടോ. ഭയങ്കര കുത്തനുള്ള ഇറക്കമായിരുന്നു. കുറേ നടക്കാറുണ്ട് കേട്ടോ. നടന്നു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, 2 കളറായിട്ട് എന്തോ പൂപ്പൽ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബോട്ടും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. ഭയങ്കര കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പയ്യെ നമ്മളെല്ലാവരും കൂടെ നോക്കി താഴോട്ട് ഇറങ്ങാണ് കേട്ടോ. കാരണം സ്ലിപ്പായാൽ നമ്മൾക്ക് ഉരുണ്ട് താഴെ പെട്ടെന്ന് എത്താം ഗൈസ്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. താഴെ എത്തിയിട്ടുള്ള വ്യൂ ഇതാണ്. അപ്പോൾ നമ്മളത് ആ വഴിയാണ് കേട്ടോ, കാണുന്ന വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നടന്ന് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ബോട്ട് ടൂർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി വേറെ ഒരു ബോട്ട് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. അപ്പോൾ പോണ വഴിക്ക് കുറേ എന്തൊക്കെയോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു മീൻ പിടിക്കുന്ന എന്തൊക്കെയോ സാധനമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് കയറാണ്. അപ്പോൾ നല്ല പടയുണ്ട് ഗെയ്സ്. ഈ ഇറങ്ങിയ കുത്തനെയുള്ള ഇറക്കമൊക്കെ കുത്തനെ കയറണമല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കയറി ഇരുന്നു അങ്ങനെ കയറി ഒരു കണക്കിന് കയറി ഗൈസ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് വന്നേക്കാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഇങ്ങനെ നടന്ന് ഫുള്ള് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നമ്മളുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു ഡോഗിനെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പോൾ ഇത് ഡിങ്കിൾ ബോട്ട് ടൂറാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ എന്തൊക്കെയോ ഇൻഫർമേഷൻസ് അവർ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്തിന് വരാൻ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഫുള്ള് നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. എന്താ പറയുക, സീ ഫിഷിങ്, അതുപോലെ ബോട്ട് ടൂർ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിൽ കയറാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു 10-13 ആൾക്കാർ കേട്ടോ. അതുകൂടാതെയും വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറിയപ്പോൾ ബോട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഈ ബോട്ടിൻ്റെ പേര് ലേഡി ലൂറ എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് ദേ ഇവിടെ എടുത്തിട്ടുണ്ട്. Your tour guide today, skipper up here with me, that's Tom. Couple of things before we get out there, just in the unlikely event of an emergency. We've got life rafts up here on the top deck with me. We've got life jackets stowed under the seats in the middle, 2 stories high as well. So this is the old hospital. Now this was built in the early 1800s. Manor house poking out of the trees on the far shore. On top of this little red port marker here on our right hand side.
So this tower being one of them. So we've got a couple of these kind of projects around Dingle. Some of the ones that you guys might have heard of include the Connor Pass roads, which are actually a navigation mark, so used to guide the ships, which is quite difficult to spot from out. പിന്നെ പോണ വഴിക്കുള്ള വ്യൂവിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കുക നല്ലത്. കാരണം എല്ലാം അടിപൊളിയായിരുന്നു. എപ്പോഴും നല്ല അടിപൊളി വ്യൂ എന്ന് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പോൾ കണ്ടോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കുറേ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ, ഓരോന്നൊക്കെ കാണിച്ചിട്ട് ഇന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, ഒരു ഇൻഫർമേഷൻ പോലെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഇളകുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ആടി ഉലഞ്ഞാണ് പോകേണ്ടായിരുന്നത്. പിന്നെ കടലിൽ ഞാൻ ബോട്ട് യാത്ര ചെയ്യുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതാക്കണത്, അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു കേസ്. അപ്പോൾ പകുതി വരെ ഏകദേശം കുറച്ച് നേരമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ കൂടെ നമ്മൾ ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും വലിയ തിരമാലകളൊക്കെ വന്ന് ഫുള്ള് ബോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം അത്രത്തോളം ബോട്ട് ഇങ്ങനെ ആടുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരമാലയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 1 അവറിൻ്റെ ബോട്ട് ടൂറായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പോയി തിരിച്ച് വന്നു കേട്ടോ. ഏകദേശം നമ്മളെത്തി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അവിടുത്തെ സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കോഫി കുടിക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കാണും ചെയ്യാമല്ലോ, അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് മിഠായികളാണ്, കുറേ വെറൈറ്റി കുറേ മിഠായികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് വേറൊരു സാധനം കിട്ടി ഗായ്സ്, ദുബായ് ചോക്ലേറ്റ്, പിസ്താഷ്യോ ചോക്ലേറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. പിന്നെ അവരൊന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പല കളറിൽ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ കയറിയത് ഈ ഒരു ഐസ്ക്രീം ഷോപ്പിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടണ അവർ തന്നെ ഉണ്ടാക്കണ ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏത് ഫ്ലേവറാണോ ഇഷ്ടപ്പെടുന്നത് ആ ഫ്ലേവർ നമുക്ക് മേടിക്കാം. അപ്പോൾ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. അങ്ങനെ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഫ്ലേവറാണ് സീ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് അത്. അപ്പോൾ ഞാൻ അതാണ് മേടിച്ചത്, സീ സോൾട്ടും അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് 2 ഫ്ലേവർ, അത് രണ്ടുമാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ എല്ലാവരും പല ഫ്ലേവർ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫ്ലേവർ നോക്കിയിട്ടാട്ടോ മേടിച്ചത്. അപ്പം നല്ല ഐസ്ക്രീമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നമുക്കൊരു പ്ലേസും കൂടി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വന്നേക്കാണ്. ഇത് ഇഞ്ചി ബീച്ചാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അപ്പോൾ അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാറൊക്കെ സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കാറ് ഇറക്കാം. കാറ് നമുക്ക് അവിടെ ഓടിക്കാൻ പറ്റും. പക്ഷെ അതിനെന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ചില സമയത്ത് ആ സാൻഡിൽ കാറിൻ്റെ ടയർ താഴ്ന്നു പോവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അവിടെ വണ്ടി ഇറക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം നിന്നു, കുറേ ഫോട്ടോയും അതും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുള്ള് നേരെ കാണുന്നത് ഫുള്ള് മലയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചില സ്ഥലത്ത് വെയിലടിക്കുന്നതും ചില സ്ഥലത്ത് വെയിലടിക്കാത്തതുമാണ് കാണുന്നത്. അപ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നാളത്തെ വീഡിയോ പാർട്ട് 2 പോലെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കയറി ഓൾറെഡി എല്ലാ സാധനങ്ങളും വീടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് നമ്മുടെ കലാപരിപാടികളൊക്കെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു കേട്ടോ. ഈ റൂം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. കാരണം ഇവിടെ ഫുള്ള് നമുക്ക് പുറത്തത്തെ വ്യൂ കാണാൻ വേണ്ടി പറ്റും. ഫുള്ള് സോഫയൊക്കെ ഇട്ട് നമുക്ക് പുറത്തത്തെ വ്യൂ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഒരു റൂമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ അത്യാവശ്യം 4 റൂമുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം. പിന്നെ എല്ലാ റൂമിലും ഒരു വിൻഡോ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം പുറത്തേക്ക് നല്ല ഒരു അടിപൊളി വ്യൂ തരണ ഒരു വിൻഡോ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്റ്റെയർകേഴ്സ് ഉണ്ട്. നേരെ മുകളിലേക്ക് പോകുമ്പോഴാണ് ബാക്കിയുള്ള റൂമുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇതിൻ്റെ ജനലയുടെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ.
അതിനുശേഷം ഇതാണ് അടുത്ത റൂം. ഇതും ഒരു അടിപൊളി റൂമാണ് ഗൈസ്. അതുപോലെ തന്നെ വേറെ റൂമും കൂടി ഉണ്ട്. കണ്ടോ, ഇത് സ്റ്റെയർ കയറി വരുമ്പോഴുള്ള ഒരു വിൻഡോ ആണ് കേട്ടോ. അവിടെ 3 വിൻഡോ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അതിനുശേഷം വേറൊരു റൂമുണ്ട്. ഇതാണ് ആ റൂം. അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള റൂമാണ് ഗൈസ്. ഏകദേശം സെയിം വലുപ്പത്തിലുള്ള റൂമുകളാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഓൾറെഡി നമ്മളെ ഫുഡ് പരിപാടികളൊക്കെ ഉണ്ടാക്കൽ ആരംഭിച്ചു കേട്ടോ. അപ്പം നമ്മളിത് ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം നമ്മളിവിടെ വന്നാൽ കുറേ പണിയെടുക്കണ്ടല്ലോ. നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നാളെ ഇതൊക്കെ പ്ലേസിൽ പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ പിറ്റേ ദിവസം പാർട്ട് 2 പോലെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.